ഇന്നലെ തുടങ്ങിയതാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം. അതിന്റെ പരിപാടികളൊക്കെ തന്നെ സർക്കാർ ഈ ഒരു വർഷം കൂടി ഉള്ളൂ, അടുത്ത വർഷം ഇലക്ഷനാണ്. അപ്പോൾ എത്ര പെട്ടെന്നാണല്ലേ കാലം പോകുന്നത്. ഞാനും ഇന്നലെ അത് വിചാരിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്നതുപോലെയാണ് കഴിഞ്ഞ വാർഷികാഘോഷങ്ങൾ. പക്ഷെ അതിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള എതിർപ്പ്, അതായത് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കൂടെയൊക്കെ കടന്നു പോകുന്ന കാലത്ത് ഇതുപോലൊരു ചെലവ്, ആഘോഷങ്ങൾ അതൊരു ധൂർത്താണെന്ന് പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾക്ക് എങ്ങനെയാണ് ഈ വാർഷികാഘോഷം പുരോഗമിക്കുന്നതെന്ന് നോക്കാം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷമായ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് കൽപ്പറ്റയിൽ തിരിതെളിയും. പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം രാവിലെ 10:30 മുതൽ 12:30 വരെ കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. ജില്ലയിലെ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കളായ 500 വ്യക്തികളുമായി മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കും. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. സുർജിത്ത്, ഇപ്പോൾ കൽപ്പറ്റയിലെ നമ്മൾ പോയിരുന്ന ഓഡിറ്റോറിയമാണ്. അപ്പോൾ നമുക്കറിയാം അവിടെ അപ്പോൾ 500 പേരുമായി സംവദിക്കും മുഖ്യമന്ത്രി. മറ്റ് എന്തെല്ലാം പരിപാടികളാണോ അവിടെ ഉണ്ടാവുക? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്കായി ചെയ്തത്, അത് എടുത്ത് പറയുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതുതന്നെയാണ് ലക്ഷ്യം. ഗുഡ് മോർണിംഗ് സ്മിത, പ്രജിൻ. ഇന്നാണ് എൻ്റെ കേരളം പ്രദർശന മേളയ്ക്ക് കൽപ്പറ്റയിൽ തിരിതെളിയുന്നത്. ഇന്ന് രാവിലെയാണ് പരിപാടി നടക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ജില്ലാതല യോഗം രാവിലെ 10 മുതൽ 12 വരെയാണ്. അത് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാണ് കൽപ്പറ്റയിൽ. ഇവിടെ ജില്ലയിലെ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 500ഓളം പേരാണ് ഈ പരിപാടിയുടെ ഭാഗമാകുന്നത്. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള OR കേളുവിന്റെ അധ്യക്ഷതയിലാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗം നടക്കുന്നത്. ഈ പരിപാടിയിൽ പലൂർക്കുന്ന് പുനരധിവാസ മേഖലയിൽ പട്ടികവർഗ വികസന വകുപ്പ് ഭൂരഹിതരായ 123 പട്ടികവർഗ കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. ആ വീടിന്റെ താക്കോൽദാനവും മുഖ്യമന്ത്രി നിർവഹിക്കുന്നുണ്ട്. ഈ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ, ഒപ്പം തന്നെ ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികൾ, യുവജന പ്രതിനിധികൾ, ഒപ്പം സാംസ്കാരിക രംഗത്തെ, കായിക രംഗത്തെ പ്രമുഖർ, അങ്ങനെ വ്യവസായികൾ, പ്രവാസികൾ, പ്രൊഫഷണലുകൾ, അതുപോലെ സമുദായ പ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം തന്നെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമാകുന്നുണ്ട്. തുടർന്ന് ഈ പ്രദർശന വിപണന മേളയ്ക്കായി കൽപ്പറ്റ SKMJ സ്കൂളിൽ ഒരുക്കിയ പവലിയൻ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 1 മണിക്കാണ് നടക്കുന്നത്. അത് പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള OR കേളുവാണ് നിർവഹിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ, ഒപ്പം തന്നെ സെമിനാറുകൾ, കലാ സാംസ്കാരിക പരിപാടികൾ, ഭക്ഷ്യ പുസ്തകമേള, ഒപ്പം കാർഷിക പ്രദർശനം തുടങ്ങിയവെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഈ മേള നഗരിയിൽ 2500 ചതുരശ്ര അടിയിൽ PRDയുടെ തീം പവലിയൻ ഒരുക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ, പൊതുമരാമത്ത് വകുപ്പ്, ടൂറിസം, കിഫ്ബി, കായിക വകുപ്പുകളുടെ പവലിയനുകൾക്ക് പ്രത്യേകം ഇടമുണ്ട്. ഒപ്പം തന്നെ മിനി തിയേറ്റർ, പോലീസിന്റെ പ്രത്യേക ഡോഗ് ഷോ, കാരാവാൻ ടൂറിസം, മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രദർശനം തുടങ്ങിയവയൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. ഒപ്പം സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ, സർക്കാർ വകുപ്പുകളുടെ എല്ലാ വകുപ്പുകളുടെയും എനിക്ക് തോന്നുന്നു സ്റ്റാളുകളും അവരുടെ ഈ എന്താണ് പറയുക ഷോകളും ഒക്കെ ഉണ്ട്. ആ രീതിയിൽ തന്നെയാണ് സർക്കാരിൻ്റെ ഈ 4ാം വാർഷിക ആഘോഷം നടക്കുന്നത്.